വൈറ്റ് കോളർ ടെററിസം അഥവാ വൈറ്റ് കോളർ ജിഹാദ് അതിൻ്റെ വേരറുക്കാൻ തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. ഡൽഹിയിൽ നടന്ന സ്ഫോടനത്തിൻ്റെ പശ്ചാത്തലത്തിൽ അന്വേഷണം വ്യാപിപ്പിച്ചപ്പോൾ കിട്ടിയത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. 2000 ആണ്ട് മുതൽ ആരംഭിച്ച ആസൂത്രണത്തിൻ്റെയും പദ്ധതി ഒരുക്കങ്ങളുടെയും ഒക്കെ കൃത്യമാർന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാശ്മീരിൽ നിന്ന് നിരവധി ചെറുപ്പക്കാർ MBBS പഠനത്തിനായിട്ട് 2000 മുതൽ 2010 വരെ പാകിസ്ഥാനിലേക്ക് പോയി. അത് 2001 മുതൽ 2010 വരെ പാകിസ്ഥാനിലേക്കുള്ള ഈ ഒഴുക്ക്, അതായത് പാകിസ്ഥാനിലെ റാവൽപിണ്ടി, അബോട്ടാബാദ്, ബഹാവൽപൂർ, ഫൈസലാബാദ്, പെഷവാർ തുടങ്ങിയ നഗരങ്ങളിലേക്കാണ് ഇവർ പോയത്. ഈ പോയ ചെറുപ്പക്കാരെ, അതായത് പ്രീ ഡിഗ്രി കഴിഞ്ഞ് അന്ന് പ്ലസ് ടു കഴിഞ്ഞ് എൻട്രൻസ് എഴുതി ഇവിടെ ഇന്ത്യയിൽ അഡ്മിഷൻ കിട്ടാത്ത ആൾക്കാർ ഇതുപോലെ അങ്ങോട്ടേക്ക് പോയി. അത് കാശ്മീരിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പോയിരിക്കുന്നത്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വിരലിൽ എണ്ണാവുന്നവരെ പോയിട്ടുള്ളൂ എന്നാണ് അറിയുന്നത്. എന്തായാലും ഈ കാശ്മീരിൽ നിന്ന് നിരവധി ചെറുപ്പക്കാർ ഇതുപോലെ പാകിസ്ഥാനിലെ പാക് നഗരങ്ങളിലേക്ക് ചേക്കേറി. അവരെ അങ്ങോട്ടേക്ക് വിട്ടത് കാശ്മീരിലെ വിഘടനവാദി ഗ്രൂപ്പുകളാണ്. അങ്ങനെ വിഘടനവാദി ഗ്രൂപ്പുകളുടെ സഹായത്തോടുകൂടി അവർ നൽകിയ പണം ഉപയോഗിച്ച് ഈ കുട്ടികളുടെ ഫീസ് അടച്ചത്, ഇവരുടെ ട്യൂഷൻ ഫീസ്, ഇവരുടെ താമസച്ചെലവ് ഇതൊക്കെ വഹിച്ചത് ഈ പറഞ്ഞ വിഘടനവാദി ഗ്രൂപ്പുകളാണ്. ഞാൻ എല്ലാവരുടെയും പേരൊന്നും എടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും അറിയാം. അങ്ങനെ 2001 മുതൽ 2010 വരെ ഇവർ പാകിസ്ഥാനിൽ പഠിക്കുകയും പാകിസ്ഥാനിൽ നിന്ന് പഠിച്ച് MBBS ബിരുദം നേടി മടങ്ങിയെത്തുകയും ചെയ്തു. പക്ഷേ മടങ്ങിയെത്തിയപ്പോൾ ഒരു പ്രശ്നം, ഇവർക്ക് ഇവിടെ ഈ ഇന്ത്യയുടെ മെഡിക്കൽ കൗൺസിൽ നടത്തുന്ന ഒരു പരീക്ഷ പാസ്സാകണം. ഇപ്പോൾ റഷ്യയിലും ചൈനയിലും ഒക്കെ പോയി MBBS പഠിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പഠിച്ചിട്ട് തിരിച്ചു വന്നാൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം ഇവിടെ മെഡിക്കൽ പ്രാക്ടീസ് അവർക്ക് നടത്തണമെങ്കിൽ മെഡിക്കൽ കൗൺസിലിൻ്റെ അംഗീകാരം വേണം. ആ അംഗീകാരം കിട്ടണമെങ്കിൽ മെഡിക്കൽ കൗൺസിൽ നടത്തുന്ന ഒരു പരീക്ഷ പാസ്സാകണം. വെറുതെ പാസ്സായ പോരെ, അതിന് നിരവധി മാനദണ്ഡങ്ങളുണ്ട്. അതിന് തിയറിറ്റിക്കലായിട്ടും പ്രാക്ടിക്കലായിട്ടും ടെസ്റ്റുണ്ട്. തുടർന്ന് അതിനുശേഷം ഒരു നിശ്ചിത കാലം ഇവിടെ അവർ ഈ ഹൗസ് സർജൻസി പോലെ ഒരു സംവിധാനത്തിൽ ഏർപ്പെടുകയും വേണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ പാകിസ്ഥാനിൽ പഠനം പൂർത്തിയാക്കി മടങ്ങിയെത്തിയവർ ഇത്തരത്തിൽ ടെസ്റ്റ് എഴുതി പലരും പരാജയപ്പെട്ടു. ഈ പരാജയപ്പെട്ടു പോയവർക്ക് പിന്നീട് മെഡിക്കൽ പ്രാക്ടീസ് നടത്താൻ കഴിയില്ല. അവർക്ക് വീണ്ടും ടെസ്റ്റ് എഴുതാം, പണമടച്ച് ടെസ്റ്റ് എഴുതാം. പക്ഷേ പരാജയപ്പെട്ടു പോയവർ ആ വഴിക്കങ്ങ് പോയി. വിജയിച്ചവർ ഇവിടെ മെഡിക്കൽ പ്രാക്ടീസ് നടത്തി മുന്നോട്ട് പോയി. കുറച്ചു പേർ വിദേശങ്ങളിലേക്ക് ചേക്കേറി. കാരണം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം കിട്ടിയല്ലോ, ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിൻ്റെ അംഗീകാരം കിട്ടിയല്ലോ. അങ്ങനെ അവർ വിദേശങ്ങളിലേക്ക് പോയി. ഈ ആൾക്കാരെ എല്ലാം കൃത്യമായിട്ടും ഈ പാകിസ്ഥാനിലെ ഈ പറഞ്ഞ കാശ്മീരിലെ വിഘടനവാദി ഗ്രൂപ്പുകളും പാക് ചാരസംഘടന ISIയും അതുപോലെ പാക് കേന്ദ്രീകരിച്ച് പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലഷ്കർ-ഇ തോയ്ബയും ജെയ്ഷെ മുഹമ്മദും നിയന്ത്രിച്ചുകൊണ്ടേയിരുന്നു. നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഇന്ത്യൻ ഇൻ്റലിജൻസും വെറുതെ ഇരുന്നില്ല. ഈ 2001 തൊട്ട് 2010 വരെ കാശ്മീരിൽ നിന്ന് നിരവധി വിദ്യാർത്ഥികൾ പാകിസ്ഥാനിലേക്ക് MBBS പഠനത്തിന് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ അത് അന്വേഷിക്കാൻ തുടങ്ങി, അവരെ നിരീക്ഷിക്കാൻ തുടങ്ങി. കാര്യങ്ങളൊക്കെ കർശനമായിട്ട് നടപടികളിലേക്ക് കടന്നപ്പോൾ ഇവർ പാകിസ്ഥാനിലേക്കുള്ള പോക്ക് നിർത്തിയിട്ട് പതുക്കെ ധാക്കയിലേക്ക് പോകാൻ തുടങ്ങി, ബംഗ്ലാദേശിലേക്ക്. അങ്ങനെ ബംഗ്ലാദേശിലെ ധാക്കയിലെ സിൽഹത്ത്, രാജ്ഷാഹി, ചിറ്റഗോങ് മെഡിക്കൽ കോളേജുകളിൽ കുറഞ്ഞ ഫീസിൽ ഇവർ പഠിക്കാൻ പോയി. അവിടെ വിദ്യാഭ്യാസ ചെലവും കുറവാണ്. അപ്പോൾ പാകിസ്ഥാനിൽ ചിലവാക്കുന്ന അത്രയും പണം ചിലവാക്കണ്ട, 2010 മുതൽ 2015 വരെ ഇങ്ങനെ കാശ്മീരി വിദ്യാർത്ഥികൾ പാകിസ്ഥാനിൽ പോകുന്നതിന് പകരം ധാക്കയിൽ പോയി വിദ്യാഭ്യാസം നേടാൻ തുടങ്ങി. മെഡിക്കൽ വിദ്യാഭ്യാസം നേടി. അവിടെ നിന്നും പഠിച്ചിട്ട് തിരിച്ചു വന്ന് ഇവർ ഇതുപോലെ
ഇവിടെ ഇതൊക്കെ ചെയ്ത് മെഡിക്കൽ കൗൺസിൽ, ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിൻ്റെ പരീക്ഷയൊക്കെ പാസ്സായി, തിയറിയും പ്രാക്ടിക്കലും ഒക്കെ പാസ്സായി അവർ പ്രാക്ടീസ് ആരംഭിച്ചു. ഇപ്പോൾ ഇവരെല്ലാം നിരീക്ഷണത്തിലാണ്. ഇങ്ങനെ പഠിച്ച് തിരിച്ചു വന്ന ആൾക്കാരാണ് ഈ മെഡിക്കോസ് ഖിലാഫത്ത് എന്ന് പറയുന്ന 312 ഡോക്ടർമാരടങ്ങിയ ഗ്രൂപ്പിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇവിടെ പഠിച്ച ചില ആൾക്കാരുമുണ്ട്. ചൈനയിൽ പഠിച്ചിട്ട് വന്നവരുണ്ട്, റഷ്യയിൽ പഠിച്ചിട്ട് വന്നവരുണ്ട്. ഇങ്ങനെ വിവിധ ദേശങ്ങളിൽ പോയി, രാജ്യങ്ങളിൽ പോയി MBBS പഠനം പൂർത്തിയാക്കി തിരിച്ചു വന്ന് ഇവിടെ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിൻ്റെ പരീക്ഷയൊക്കെ എഴുതി പാസ്സായി പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാരായിട്ട് സേവനം നൽകുന്ന ആൾക്കാർ 312 പേരാണ് ഈ പറഞ്ഞതുപോലെ ഉള്ളത്. ഇതിൽ പലരും വിദേശത്തുണ്ട്, ഗൾഫ് രാജ്യങ്ങളിൽ സേവനം അനുഷ്ഠിക്കുന്നവരുണ്ട്. അതുപോലെ ഇന്ത്യയിലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങൾ, ജമ്മു കാശ്മീർ അല്ലാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി സേവനം അനുഷ്ഠിക്കുന്നവരുമുണ്ട്. എന്തായാലും വളരെ കൃത്യമായിട്ട് ജമ്മു കാശ്മീരിലെ മെഡിക്കൽ കോളേജിൽ തുടങ്ങി ഫരീദാബാദ് വഴി ഡൽഹി വഴി താഴോട്ട് വന്ന് ഹൈദരാബാദും ഗുജറാത്തും കൊൽക്കത്തയും, നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, കൊൽക്കത്തയും ഒക്കെ കടന്ന് ഇങ്ങ് താഴോട്ട് വന്നിരിക്കുകയാണ്. ദക്ഷിണേന്ത്യയിൽ ഏതാണ്ട് ഹൈദരാബാദ് വരെയുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിന് താഴോട്ടുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമല്ല. എന്തായാലും ഈ അറസ്റ്റിലായ മുഹമ്മദ് ആരിഫ് എന്ന് പറയുന്ന ഒരു ഡോക്ടർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിച്ചതായിട്ട് ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. ഹിന്ദുസ്ഥാൻ ടൈംസും മറ്റുമൊക്കെ അത് പുറത്തുവിട്ടിരുന്നു. പക്ഷേ ഗവൺമെൻറ് അത് നിഷേധിച്ചു. അങ്ങനെ ഇല്ല, ഒരു മുഹമ്മദ് ആരിഫ് പഠിച്ചിരുന്നു, ആളിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുകയാണ് എന്ന വിവരം സർക്കാർ പുറത്തുവിട്ടിരുന്നു. പക്ഷേ ഇപ്പോഴും ഈ പത്രവാർത്ത ആരും നിഷേധിച്ചിട്ടില്ല. ആ പത്രവാർത്തയ്ക്കെതിരെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഹിന്ദുസ്ഥാൻ ടൈംസ് ഉൾപ്പെടെ കേരളത്തിലെ ഏതാണ്ട് എല്ലാ ഓൺലൈനുകളും ഈ വാർത്ത പങ്കുവച്ചിരുന്നു. ഇങ്ങനൊരു സംശയമുണ്ട്, മുഹമ്മദ് ആരിഫ് എന്ന് പറയുന്ന ആ ഡോക്ടർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിച്ചിരുന്നതാണ്, കാശ്മീരിയാണ് എന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ വൈറ്റ് കോളർ ടെററിസം, ഞാൻ പറഞ്ഞു വന്നത് അതാണ്, വൈറ്റ് കോളർ ടെററിസം വളരെ ആസൂത്രിതമായിട്ട് കഴിഞ്ഞ 25 വർഷങ്ങളായിട്ട് പാക് ചാര സംഘടനയുടെയും ജമ്മു കാശ്മീരിലെ വിഘടനവാദ ഗ്രൂപ്പുകളുടെയും പാക് ചാര സംഘടനകൾ, തീവ്രവാദ ഭീകര സംഘടനകളായ ജെയ്ഷെ മുഹമ്മദിൻ്റെയും ലഷ്കർ ഇ തോയ്ബയുടെയും ഒക്കെ നിയന്ത്രണത്തിൽ മുന്നോട്ട് പോയിരുന്നു. എന്നാൽ ഇവരെ നിയന്ത്രിക്കുകയും ഇവർക്ക് വഴി കാണിക്കുകയും മാർഗനിർദ്ദേശം നൽകുകയും ഇവർക്ക് ഫണ്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന പുതിയൊരു ഭീകര സംഘടന കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യപ്പെട്ടു, കൂട്ടിച്ചേർക്കപ്പെട്ടു, അല്ലെങ്കിൽ ഇതിൻ്റെ തലപ്പത്തേക്ക് വന്നു. അത് ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖുറേഷ്യൻ പ്രൊവിൻസ് എന്ന് പറയുന്ന ISKP. ഈ സംഘടന ഇന്ന് ഇവർക്ക് വലിയ തോതിൽ ഫണ്ട് ചെയ്യുന്നതായിട്ട് കണ്ടെത്തി. അപ്പോൾ വളരെ കൃത്യമായിട്ട് പ്രൊഫഷണൽ വിദ്യാഭ്യാസം നേടിയ യുവാക്കളെ, അത് ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട് കേട്ടോ, ഈ പോയി പഠിച്ചവരിലെല്ലാം ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികളുമുണ്ട്. അവരെ വളരെ കൃത്യമായിട്ട് നമ്മുടെ രാഷ്ട്രത്തിനെതിരെ യുദ്ധം ചെയ്യാൻ, നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാൻ, നമ്മുടെ രാജ്യത്ത് അന്തഛിദ്രമുണ്ടാക്കാൻ ഒക്കെ അവരെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഞാൻ മുമ്പൊരു ചർച്ചയിൽ പറഞ്ഞതുപോലെ, ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ, ഇവർ കൃത്യമായി കോഡ് വാക്കുകൾ ഉപയോഗിച്ചാണ് കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. ഡൽഹിയിൽ മരുന്ന് കൃത്യമായ അളവിൽ ഉപയോഗിക്കണം, ഇതൊരു കോഡാണ്. ഈ മരുന്ന് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് സ്ഫോടക വസ്തു എന്നാണ്. നമ്മുടെ നാട്ടിലൊക്കെ കൊളോക്കിയലായിട്ട് ഈ ഗ്രാമങ്ങളിലൊക്കെ ചെന്ന് ഗ്രാമീണർ പറയും, ഓ അവൻ ഭയങ്കര മരുന്നടിയാണ്. ഒരാളെക്കുറിച്ച് പറയുമ്പോൾ പറയും അവൻ ഭയങ്കര മരുന്നടിയാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ആളിച്ചിരി മദ്യപിക്കും. അവൻ വൈകിട്ടൊരു 6 മണി കഴിഞ്ഞാൽ ഇച്ചിരി മരുന്നടിക്കുന്ന സ്വഭാവമുണ്ട് എന്ന് പറയാറുണ്ട്. ഈ മരുന്നടി മദ്യത്തിൻ്റെ മറ്റൊരു പേരായിട്ട് പറയുന്നതാണ്. അതുപോലെ ഡൽഹിയിൽ മരുന്ന് കൃത്യമായ അളവിൽ ഉപയോഗിക്കണം. ഈ പറഞ്ഞിരിക്കുന്നത് ഒരു കോഡാണ്. ഇങ്ങനത്തെ നിരവധി കോഡുകൾ ഇവർ ഉപയോഗിച്ചിട്ടുണ്ട്. അത് അന്വേഷണ ഏജൻസികൾ ഡീകോഡ് ചെയ്ത് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് പുതിയ പുതിയ വിവരങ്ങൾ. ഏറ്റവും ഒടുവിൽ ഇന്നലെയും ഒരു ഡോക്ടർ അറസ്റ്റിലായിട്ടുണ്ട് കാശ്മീരിൽ നിന്ന്. അതിൻ്റെ വിശദാംശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. എന്തായാലും ഈ പറഞ്ഞതുപോലെ നമ്മുടെ ആഭ്യന്തരമന്ത്രി പറഞ്ഞത് പാതാളത്തിൽ ചെന്നൊളിച്ചാലും, അതായത് അമിത്ഷാ പറഞ്ഞത് പാതാളത്തിൽ ചെന്നൊളിച്ചാലും ശരി, ഇവരെ എല്ലാം കണ്ടെത്തി പുറത്തു കൊണ്ടുവന്ന്
കൃത്യമായ നിയമ നടപടിക്ക് വിധേയമാക്കും, അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ജമ്മു കാശ്മീരിലെ അനന്തനാഗിലെ ഖാസിഗുണ്ട് സ്വദേശിയാണ്. അയാളുടെ പേര് ജസീർ ബിലാൽ വാനി. ജസീർ ബിലാൽ വാനി ഡാനിഷ് എന്നാണ് ഇയാൾ അറിയപ്പെടുന്നത്. ഇങ്ങനെ ഒരാൾ കൂടി അറസ്റ്റിലായിട്ടുണ്ട്. ഇത് ഈ ഉമർ നബിയുടെ ഏറ്റവും അടുത്ത കൂട്ടാളിയാണ്. ഇയാളെ ശരിക്കും ഒരു ചാവേറാക്കാനാണ് ഉമർ ഉദ്ദേശിച്ചത്. പക്ഷേ അത് നടന്നില്ല, വിജയിച്ചില്ല. അയാൾ പിൻവാങ്ങി. അയാൾക്ക് ഈ ഇസ്ലാമിൽ ആത്മഹത്യ അനുവദനീയമല്ല, അതുകൊണ്ട് ഞാൻ ദൈവത്തിന് നിരക്കാത്തത് ചെയ്യില്ല എന്ന് പറഞ്ഞ് പിന്മാറുകയായിരുന്നു. പക്ഷേ അയാൾക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം. ഉമറിനെ പല ഘട്ടങ്ങളിലും സഹായിച്ചു. ഈ കാറ്, ഉമറിന് ഈ കാറ് കിട്ടിയത് അമീർ റാഷിദ് അലി ആണ്. ഈ അമീർ റാഷിദ് അലിയെയും ഇതുപോലെ ഈ ചാവേറാക്കാൻ പരിശ്രമിച്ചു. അയാളും പിന്മാറി. അയാൾ അതിന് തയ്യാറായില്ല. പകരം മറ്റൊരുപാട് സഹായങ്ങൾ അയാൾ ചെയ്തു. ഈ രാഷ്ട്രതന്ത്രത്തിൽ ബിരുദമുള്ള ഒരാളാണ് ഈ പറഞ്ഞ അമീർ. ഈ അമീർ നിസ്സാരക്കാരനല്ല, നല്ല അറിവുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അമീറിനെ സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും ഈ ഭീകര സംഘടനകളുടെ ഡോക്ടർ മോഡ്യൂൾ അത് സമ്പൂർണ്ണമായിട്ടും പൊളിച്ചടുക്കാൻ നമ്മുടെ അന്വേഷണ ഏജൻസികൾക്ക് സാധിച്ചു. വൈറ്റ് കോളർ ജിഹാദിലൂടെ അവർ രൂപം കൊടുത്ത ഡോക്ടർ മോഡ്യൂളിന് കനത്ത നാശമുണ്ടാക്കാൻ, അതിനെ നശിപ്പിക്കാൻ, അതിനെ മുച്ചൂടും തകർക്കാൻ നമ്മുടെ അന്വേഷണ ഏജൻസികൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു നേട്ടമായി കാണേണ്ടത്.